ഹലോ. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ കാശ്മീരിൽ പോകണമെന്നത്. കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയ പ്ലാന് ഈ മാർച്ചിലാണ് നടത്താൻ പറ്റിയത്. ഞാനിപ്പോൾ നാഗ്പൂരിലേക്കുള്ള ട്രെയിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, അത് കൺഫേം ആവാതെ ക്യാൻസലായി. അതുകൊണ്ട് നാഗ്പൂരിലേക്കും അവിടുന്ന് ജമ്മുവിലേക്കും ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നായിട്ടാണ് നാഗ്പൂർ ടു ജമ്മു താവി ടിക്കറ്റ് ക്യാൻസൽ ആവുന്നത്. ചെറുതായിട്ടൊന്ന് മൂഡ് പോയെങ്കിലും അത് യാത്രയെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ട് അത്രയും ടിക്കറ്റിൻ്റെ പൈസ ലാഭമായല്ലോ എന്നുള്ള രീതിയിൽ ഞാനതൊരു പോസിറ്റീവ് മൈൻഡിൽ അങ്ങ് എടുത്തു. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായിരുന്നു കേട്ടോ. ഈ തിരക്കിനിടയിലൂടെയാണ് ചന മസാല വിൽക്കാൻ വേണ്ടിയിട്ട് കച്ചവടക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നിൽക്കാൻ തന്നെ സ്ഥലമില്ലാത്തപ്പോഴാണ് അവർ അതിനിടയിലൂടെ വലിയൊരു പാത്രം ചന മസാലയും കൊണ്ട് നടക്കുന്നത്. അതേപോലെ തന്നെ സമൂസയും വെള്ളവും എല്ലാം ആയിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ഭിക്ഷാടനക്കാരും. ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് എനിക്കിരിക്കാൻ സീറ്റിൻ്റെ ഒരു മൂലയെങ്കിലും കിട്ടിയത്. അതും ഒരു കാല് മാത്രം വെക്കാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ റായ്പൂർ എത്തിയതും തിരക്കെല്ലാം ഒഴിഞ്ഞു കേട്ടോ. 3/4 ഭാഗം ആളുകളും അവിടെ ഇറങ്ങി. പിന്നെ അധികം ആൾക്കാരൊന്നും അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സീറ്റെല്ലാം ഒഴിവായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ വേഗം മേലെ കയറി കിടന്നു. നാഗ്പൂർ വരെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് അവിടെ വരെ ഞാൻ ബെർത്തിൽ കിടന്നാണ് പോയത്. നല്ല പൊടിയായിരുന്നു കേട്ടോ ട്രെയിനിൽ. എൻ്റെ മുഖവും സ്പെക്സും ഒക്കെ പൊടി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി കഴുകി കവറിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ചെറുതായിട്ട് കേട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം എടുത്ത് അത് കഴിച്ചു. രാത്രി ഒരു 12 മണിയോടെയാണ് കേട്ടോ ട്രെയിൻ നാഗ്പൂർ എത്തിയത്. ഞാനിപ്പോൾ കന്യാകുമാരി ടു ജമ്മു താവി വരെ പോകുന്ന ഹിംസാഗർ എക്സ്പ്രസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ട്രെയിന് കുറച്ച് ലേറ്റാണ് കേട്ടോ. 2 മണിക്കാണ് ഈ ട്രെയിൻ നാഗ്പൂർ എത്തിയത്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഈ ട്രെയിൻ ഉള്ളൂ കേട്ടോ. നാട്ടിൽ നിന്നും വെള്ളിയാഴ്ചയാണ് പാലക്കാട് നിന്നും ഈ ട്രെയിൻ എടുക്കുന്നത്. അത്രയും ദൂരം പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നല്ല തിരക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഏകദേശം കാലിയായിട്ടുള്ള ഒരു ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഓരോ ബെർത്തിലും ഓരോരുത്തർക്ക് കിടക്കാൻ പറ്റുന്ന തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഒരു സ്ലീപ്പറിൽ പോകുന്ന പോലെ ആയിരുന്നു കേട്ടോ. എനിക്കും അപ്പറിൽ ഒരു ബെർത്ത് കാലിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉറക്കം വരാത്തത് കൊണ്ട് ഞാൻ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് കാറ്റും കൊണ്ട് പാട്ട് കേട്ടിരുന്നു. ഞാൻ ശരിക്കും നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ യാത്ര. വെളുപ്പിനെയാണ് കേട്ടോ പിന്നെ എനിക്ക് ഉറക്കം വന്നത്. പിന്നെ ഞാൻ ബെർത്തിൽ കയറി കിടന്നു. ഏകദേശം ഒരു 11 മണി ആയപ്പോഴാണ് ഞാൻ പിന്നെ എഴുന്നേറ്റത്. അപ്പോഴത്തേക്കും ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ ഉറങ്ങുന്നത് കൊണ്ടായിരിക്കണം ആരും വിളിച്ച് ശല്യപ്പെടുത്താതിരുന്നത്. ഞാൻ ഉണർന്നു എന്ന് മനസ്സിലായതും ബെർത്തിലേക്ക് ഒരാൾ കൂടി കയറിയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കാര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പപ്പടം പോലത്തെ സാധനങ്ങളെല്ലാം ആയിരുന്നു കേട്ടോ ഇവർ കൊണ്ടുവന്നിരുന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. പിന്നെ കയ്യിലുള്ള 2-3 ബിസ്ക്കറ്റും ഇടയ്ക്ക് ട്രെയിനിലൂടെ കൊണ്ടുവന്ന മാംഗോ ജ്യൂസും എല്ലാം കഴിച്ച് ഒരുവിധം വിശപ്പടക്കി. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രെയിനിൽ ആരുടെയോ ഫോൺ ആരോ തട്ടിപ്പറിച്ചു കൊണ്ടുപോയത്. അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ടെന്ന് കരുതി ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഫോൺ ബാഗിലെടുത്ത് വെച്ചു. പിന്നെ പിറ്റേന്ന് രാവിലെ ജമ്മു താവി എത്താനായപ്പോഴാണ് കേട്ടോ ഞാൻ ഫോൺ പുറത്തെടുത്തത്. അങ്ങനെ ജമ്മു താവി എത്തി. റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങിയതും സിം കാർഡും പിടിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. കാശ്മീരിൽ സെക്യൂരിറ്റി റീസൺസ് കാരണം പോസ്റ്റ് പെയ്ഡ് സിം കണക്ഷൻ മാത്രമേ വർക്കാവൂ. അപ്പോൾ എൻ്റെ മുന്നിലുള്ള ഈ ബോയ്സൊക്കെ മലയാളീസാണ് കേട്ടോ. അവരുടെ കയ്യിൽ യെസ് ഭാരതിൻ്റെ കവർ ഉണ്ടായിരുന്നു. ഓൾറെഡി എൻ്റെ കയ്യിൽ പോസ്റ്റ് പെയ്ഡ് സിം കണക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ സിം എടുക്കാതെ നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോയത്. ഇനി ഇവിടുന്ന് ബനിഹാളിലേക്ക് പോകണം. അതിനു മുൻപ് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. വിശന്നിട്ട് കുടൽ കരിഞ്ഞിരിക്കുകയാണ്. ഇഡ്ഡലി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അയ്യോ, ഇഡ്ഡലി എന്ന് ഇതിനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല.
പ്രത്യേകിച്ച് യാതൊരു വികാരവും ഇല്ലാത്തൊരു സ്പോഞ്ച് കഷ്ണം. അതും ഉള്ളിൽ വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാമ്പാർ പിന്നെ മധുരമായിരുന്നു കേട്ടോ. പിന്നെ ചട്നി കൂട്ടിയപ്പോഴാണ് മനസ്സിലായത് സാമ്പാറായിരുന്നു ഭേദമെന്ന്. എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ടും വേറെ ഫുഡ് കിട്ടാൻ മാർഗമില്ലാത്തത് കൊണ്ടും തൽക്കാലം ഈ ഇഡ്ഡലി തന്നെ കണ്ണും പൂട്ടി കഴിക്കേണ്ടി വന്നു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതും ഞാൻ ബനിഹാളിലേക്കുള്ള ബസ് കയറി. 400 രൂപയായിരുന്നു കേട്ടോ ടിക്കറ്റിന്. ഇതിനു മുൻപ് ഞാൻ ചോദിച്ച ബസ്സിൽ 800ഉം 1200ഉം എല്ലാം ആയിരുന്നു പറഞ്ഞിരുന്നത്. ഈ ബസ്സിൽ ഞാൻ 2-3 മലയാളി ചെക്കന്മാരെ കണ്ടായിരുന്നു കേട്ടോ. പരിചയപ്പെട്ടില്ല. അവർക്കോ എനിക്കോ അതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ബസ്സായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടി. ബാഗെല്ലാം അടിയിൽ തന്നെയായിരുന്നു കേട്ടോ വെച്ചത്. അത് വയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വെച്ച് വണ്ടി ഒന്ന് മാറിയായിരുന്നു കേട്ടോ. സെയിം ഡ്രൈവർ തന്നെ വേറെ വണ്ടിയിൽ. അത് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു കേട്ടോ. ഏകദേശം 4 മണിക്കൂറിലധികം ദൂരമുണ്ട് ബനിഹാളിലേക്ക്. മടിയിൽ ലഗേജ് വെച്ചിരിക്കുന്നത് കൊണ്ട് യാത്ര ചെറുതായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എങ്കിലും കാഴ്ചകളൊക്കെ കണ്ട് ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ കേട്ട് മൂഡൊക്കെ ഒന്ന് ഓക്കെ ആക്കി. ഒരുപാട് ആഗ്രഹിച്ച് നടത്തുന്ന യാത്ര ആയതുകൊണ്ട് തന്നെ അത് ഒന്നിൻ്റെ പേരിലും കുളമാക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ വണ്ടിയൊക്കെ പോകുന്നത്. ബനിഹാളിലേക്ക് പോകുന്ന വഴിക്കാണ് തേങ്ങ വിൽക്കുന്ന ആൾക്കാരെ കണ്ടത്. ഒരു പീസിന് 50 രൂപയാണ് കേട്ടോ. എൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെ ഒരു 5-6 പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഡിസൈനൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലാണ് ഇവരിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുന്നോട്ട് പോകുന്തോറും ഇങ്ങനെയുള്ള ഒരുപാട് കച്ചവടക്കാരെ കണ്ടു കേട്ടോ. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലത്തുകൂടിയായിരുന്നു കേട്ടോ യാത്ര. പക്ഷേ വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചിലപ്പോൾ ശ്രീനഗറിൽ എത്തുമ്പോൾ തണുത്ത കാലാവസ്ഥയായിരിക്കും. വിചാരിച്ചതിലും കൂടുതൽ സമയം ഉണ്ടായിരുന്നു കേട്ടോ യാത്ര. ഡ്രൈവർ ഒരുപാട് സ്ഥലത്ത് നിർത്തിയാണ് ഓടിച്ചത്. പിന്നെ കുറച്ച് സമയം ഞാൻ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ ഒരുപാട് ദൂരം യാത്രയ്ക്ക് ശേഷം ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞാൻ നേരെ അതിനടുത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത്. ട്രെയിൻ വരാൻ 1 മണിക്കൂർ സമയമുണ്ട്. അപ്പോഴത്തേക്കും എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചോറും ചിക്കൻ കറിയുമാണ് വാങ്ങിയത്. ഈ ഹോട്ടലിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് തന്നെ കഴിച്ചു. ഈ അച്ചാർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കർമൂസ കൊണ്ടുള്ള അച്ചാറാണെന്ന് തോന്നുന്നു. എന്തായാലും അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ച് ശ്രീനഗറിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇത് ശ്രീനഗറിലേക്കുള്ള ലാസ്റ്റ് ട്രെയിനാണ്. ഇതിന് ശേഷം പിന്നെ ശ്രീനഗറിലേക്ക് എത്തണമെങ്കിൽ ടാക്സി എന്തെങ്കിലും വിളിക്കേണ്ടി വരും. അതിന് നല്ല പൈസയാണ് കേട്ടോ. ഈ ട്രെയിൻ ടിക്കറ്റിന് ആകെ 25 രൂപയാണ് ആയത്. അപ്പോൾ അവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാൻ, പെയിൻ്റ് എല്ലാം ചെയ്തിട്ട്. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ശ്രീനഗറിലും നല്ല മഴയാണെന്നാണ് കേട്ടത്. അതോടെ എനിക്ക് ആകെ സങ്കടമായിട്ടോ. ഇനി എല്ലാ ദിവസവും മഴയാണെങ്കിൽ എൻ്റെ ട്രിപ്പ് കൊളായി പോകും. എന്തായാലും ഇവിടെ വരെ എത്തിയല്ലോ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി ഞാൻ ട്രെയിന് വെയിറ്റ് ചെയ്ത് നിന്നു. അവസാനം ഒരു 20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ട്രെയിൻ വന്നത്. അപ്പോഴേക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ. ട്രെയിനിൽ കയറാൻ പറ്റുമോ എന്ന് തന്നെ സംശയമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം ഞാൻ ട്രെയിനിൽ കയറി പറ്റി. നല്ല തിരക്കായിരുന്നു കേട്ടോ. ആദ്യം ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല. പിന്നെ 1-2 സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഇരിക്കാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ വിൻഡോസ് ഒന്നും അത്ര ക്ലിയർ ആയിരുന്നില്ല കേട്ടോ. ഒരു മങ്ങിയ കളറുള്ള ചില്ലായിരുന്നു. പിന്നെ ചില്ലിൽ എന്തോ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ഒരുപാട് പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ശ്രീനഗറിലെത്തി. അപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തണുപ്പ് അത്ര പ്രശ്നമായിരുന്നില്ല. പക്ഷെ മഴ കൂടി പെയ്തതുകൊണ്ട് ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു.
സ്റ്റേഷന് കുറച്ചപ്പുറം താഴെയായിട്ട് ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ കയറി ഒരു ചായ കുടിച്ചു. അവിടുന്ന് ഒരു ഷെയർ ടാക്സിയിൽ ശ്രീനഗറിലേക്ക് പോവാണ്. അപ്പോൾ വണ്ടിയിൽ ഒരു മലയാളി പയ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ നാളെ തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. കാരണം മഴയാണല്ലോ, മഴയത്ത് എങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പോകുമെന്നും പറഞ്ഞ്. പക്ഷെ ഞാൻ മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്ന സ്ഥിതിക്ക് ഇനി എന്തായാലും കാശ്മീർ കണ്ടിട്ടേ മടങ്ങുന്നുള്ളൂ. ദാൽ ലേക്കിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ റൂം നോക്കിയത്. 1000 2000 ഒക്കെ ആയിരുന്നു കേട്ടോ ഓരോ റൂമിനും അവർ പറഞ്ഞ റേറ്റ്. അവസാനം 500-ന് ഈ ഒരു ഹോം സ്റ്റേ കിട്ടി. ഹീറ്ററുള്ള ബെഡും ഹോട്ട് വാട്ടറും എല്ലാം ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി ബാർഗെയിൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി കുറഞ്ഞേനെ. പക്ഷേ പുറത്ത് നല്ല മഴയും തണുപ്പും പിന്നെ യാത്ര ചെയ്ത ക്ഷീണവും കാരണം അതിനുള്ള ആവതുണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വൃത്തിയുള്ള സേഫായ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ റൂം കിട്ടിയത്. അപ്പോൾ യാത്ര ചെയ്ത് നന്നായി തളർന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുളിച്ച് നന്നായി ഉറങ്ങി നാളെ മുതൽ കാശ്മീർ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വരാം. ബൈ ബൈ.